നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചോദ്യം, ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി അയക്കാനായിട്ടൊരു മെസ്സേജ് വന്നിരുന്നു. അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ്. അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ 30%, ഒരു സംഖ്യയുടെ 30% 60 ആണെങ്കിൽ ആ സംഖ്യയുടെ 80% എത്ര? ആ സംഖ്യയുടെ 80% സമം എത്ര? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് എളുപ്പമാണ്, ഈ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുക എളുപ്പമാണ്, അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ എളുപ്പം ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ 30% 60 അപ്പോൾ നമുക്ക് ആ സ്വാഭാവികമായിട്ട് 1% എത്രയാണെന്ന് കണ്ടെത്തുന്നതായിരിക്കും എളുപ്പം ചെയ്യാനുള്ള ഒരു മാർഗ്ഗം. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട്, ഒരു പ്രാധാന്യമുള്ളതാണ്, ഒന്നിനെ പറ്റി ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഇന്നർ സംഖ്യയാണ്. ആ സംഖ്യ ഒരുപാട് അടുത്ത് പ്രയോജനം ചെയ്തൊക്കെ എൻ്റെ മുൻകാല വീഡിയോയിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് നോക്കി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 1% കണ്ടുപിടിക്കാം. 60 എന്ന് പറയുന്നത് 30% ആണെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം 60 എന്ന് പറയുന്നത് എന്താണ്? 30%. 60/30, അതിന് 30 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തോ കിട്ടും? 1% കിട്ടും. 1%. അതാ ഇത് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ 1% എന്നാണ്. 1% കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 80% കണ്ടുപിടിക്കാം. 1% 2ആണ്. അപ്പോൾ 80% 2 ഗുണം 80, അപ്പോൾ 160. ഇതാണ് ഉത്തരം. 30% എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ 30% 60 ആണെങ്കിൽ അത് 80% എത്രയാണെന്ന് വെച്ചാൽ ഉത്തരം ഇതാണ്. എളുപ്പം കണ്ടുപിടിക്കുന്നത്. ഇത്തിരി കൂടെ എളുപ്പം എന്ന് പറയുമ്പോൾ, 60 30% ആണെങ്കിൽ 2%, 1% കണ്ടുപിടിക്കും. 30 കൊണ്ട് ഹരിക്കണം. അതിനെ 80 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടും. അതാ 80% കിട്ടും. ഇപ്പോൾ 2 കിട്ടി, 160. ഇങ്ങനെ വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. ഏറ്റവും എളുപ്പം ഉത്തരം കണ്ടുപിടിക്കാം. എന്നാൽ ചിലരൊക്കെ ചെയ്യുന്ന രീതി അനുസരിച്ച് ആദ്യം സംഖ്യ എടുത്ത്, സംഖ്യ എന്ന് പറയുമ്പോൾ 30% 60 ആണെങ്കിൽ 100% കണ്ടുപിടിക്കും, സംഖ്യ കിട്ടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, 60/30 എന്ന് പറഞ്ഞാൽ 1%. അപ്പോൾ 100% ആകുമ്പോൾ സംഖ്യ ആവും. അപ്പോൾ 2. അപ്പോൾ 200 യഥാർത്ഥത്തിൽ സംഖ്യ. ഇതിൽ പറയുന്ന സംഖ്യ. ആ സംഖ്യയെ കണ്ട് ഇതിൻ്റെ ഒരു 80% കാണുന്ന രീതിയിലേക്ക് എടുക്കും. അപ്പം 200ൻ്റെ 80% കാണുക. ഈ സംഖ്യയുടെ 80% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്കാണ് 80. അപ്പോൾ 1 രൂപയ്ക്ക് എത്രയാണെന്ന് വെച്ചാൽ 80/100. അപ്പോൾ 1 രൂപയ്ക്ക് കിട്ടും. 1 രൂപയ്ക്ക് എത്ര? അപ്പോൾ 200 രൂപയ്ക്ക് എത്ര എന്നുള്ളത് കിട്ടുമ്പോൾ ആണ് 80%. 80 ഗുണം 2 160. ഇങ്ങനെയും കാണുന്നുണ്ട്. 80 ഗുണം 2 160. ഇങ്ങനെയാണ്. ഇങ്ങനെയൊന്നും കാണേണ്ട ഒരു ആവശ്യമില്ല. ഒരു സംഖ്യയുടെ 30% 60 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 60/30 എന്ന് പറഞ്ഞാൽ 2ആണ്. 1% 2ആണ്. അപ്പോൾ എത്ര കാണേണ്ടത്? 80%. 80 ഗുണം 2 120, 60. ഇതാണ് ഉത്തരം. എളുപ്പം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മത്സര പരീക്ഷകൾക്ക് എളുപ്പം ഉത്തരം കണ്ടെത്തുന്ന രീതി ഇതിലൂടെ മനസ്സിലാക്കി, ഇത് എളുപ്പമെന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കണ്ടെത്തി ഉത്തരം വളരെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഇനിയും ഇങ്ങനെ ഉള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ നന്ദി.